തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ പദവികളിൽ പകുതിയും സ്ത്രീകൾക്കായി സംവരണം ചെയ്ത ആദ്യ സംസ്ഥാനം കേരളമാണ്. സ്ത്രീകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്ത ലക്ഷ്യം വെച്ച് ആരംഭിച്ച കുടുംബശ്രീ ഇന്ന് ലോകത്തിന് മാതൃകയാണ്. 1/2 കോടിയോളം സ്ത്രീകൾ കുടുംബശ്രീയിൽ അംഗങ്ങളാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രത്യേക വകുപ്പ് സംസ്ഥാനത്ത് ആരംഭിക്കുകയുണ്ടായി. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്താണ് ജെൻഡർ ബജറ്റിംഗ് നടപ്പാക്കിയ എന്നതും ഓർക്കേണ്ടതാണ്. ആകെ പദ്ധതി വീതത്തിൻ്റെ 25% വനിതാ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുക എന്നതാണ് ജെൻഡർ ബജറ്റിലൂടെ ലക്ഷ്യം വെക്കുന്നത്. സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്താനായി ശക്തമായ ഇടപെടലുകൾ പോലീസും നടത്തി വരികയാണ്. നിർഭയ പദ്ധതിക്ക് പുറമെ പോലീസിൻ്റെ ആഭിമുഖ്യത്തിൽ അപരാജിത ഹെൽപ്പ് ലൈൻ, പോലീസ് സ്റ്റേഷനുകളിലെ വനിതാ ഹെൽപ്പ് ഡെസ്ക്, പിങ്ക് പ്രൊട്ടക്ഷൻ പ്രോജക്റ്റ്, സൈബർ പോലീസ് സ്റ്റേഷനുകൾ, വിമൻ സെൽഫ് ഡിഫൻസ് ട്രെയിനിങ് ഇവയെല്ലാം കേരളത്തിൽ നിലവിലുണ്ട്. എല്ലാ ജില്ലകളിലും ഡൗറി പ്രൊഹിബിഷൻ ഓഫീസർമാരെ നിയമിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരെ കുറ്റകൃത്യങ്ങളിൽ മുഖം നോക്കാതെയുള്ള നടപടികളാണ് കൈക്കൊള്ളുന്നത്. കുറ്റം ചെയ്യുന്നവർ എത്ര ഉന്നതരായാലും ശിക്ഷിക്കപ്പെടുമെന്ന അവസ്ഥ ഉറപ്പാക്കിയിട്ടുണ്ട്. വനിതകൾക്കായുള്ള നിരവധി ഹോസ്റ്റലുകളും സജ്ജമാവുകയാണ്. തൊഴിലിടങ്ങളിലെ പീഡനങ്ങളിൽ സമയബന്ധിതമായി നടപടിയെടുക്കണമെന്ന് തന്നെയാണ് കാണുന്നത്. തൊഴിലിടങ്ങളിലും ഓഫീസുകളിലും സ്ത്രീകൾ നേരിടുന്ന ശാരീരിക മാനസിക പീഡനങ്ങളെ സംബന്ധിച്ച പരാതികളിൽ സമയബന്ധിതമായി തീർപ്പുണ്ടാക്കുകയാണ്. നടപടിക്രമങ്ങളുടെ പേരിൽ ഇത്തരം പരാതികളിലുള്ള നടപടി ബോധപൂർവം താമസിപ്പിക്കുന്ന നില ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. നീതി വൈകിപ്പിച്ചുകൊണ്ട് നീതി നിഷേധിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്ന നിലയാണ് അവിടെ സ്വീകരിക്കുന്നത്. കേരള പോലീസിലടക്കം സ്ത്രീകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്ന ഇടപെടലുകൾ ഉണ്ടാകുന്നു. 20 ലക്ഷം പേർക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ രൂപീകരിച്ച നോളേജ് എക്കോണമി മിഷൻ വഴി സ്ത്രീകൾക്കായി പ്രത്യേക തൊഴിൽ മേളകൾ, നൈപുണ്യ പരിശീലന ക്ലാസുകൾ ഇവയെല്ലാം നടത്തി വരികയാണ്. നഴ്സുമാർ ഉൾപ്പെടെയുള്ളവർക്ക് വിദേശത്ത് തൊഴിൽ ലഭിക്കുന്ന മികച്ച അവസരങ്ങൾ നോർക്കയിലൂടെയും ഒഡേപെക്കിലൂടെയും ഒരുക്കുന്നുണ്ട്. വർക്ക് ഫ്രം ഹോം, വർക്ക് നിയർ ഹോം പോലെയുള്ള തൊഴിൽ സാധ്യതകൾ അങ്ങേയറ്റം പ്രയോജനപ്പെടുത്തുന്ന സ്ഥിതിയാണ് കേരളത്തിലുള്ളത്. വർക്ക് നിയർ ഹോം സെൻ്ററുകൾക്ക് പുറമെ സംസ്ഥാനത്തെമ്പാടും വർക്ക് സീറ്റുകൾ തയ്യാറാക്കിയും ലോകത്താകെ മാറിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ വിപണിയുടെ സാധ്യതകൾ കേരളത്തിൽ ലഭ്യമാക്കാനാണ് ശ്രമിക്കുന്നത്. സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച സംരംഭങ്ങളിൽ 32% സ്ത്രീകളുടേതായിരുന്നു. സ്ത്രീകളുടെ സ്വയം പര്യാപ്തത ഉറപ്പുവരുത്താൻ സഹായകമാകും വിധം സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ വഴി കഴിഞ്ഞ 3 വർഷത്തിനിടെ 1.5 ലക്ഷം പേർക്കാണ് തൊഴിൽ ലഭ്യമാക്കിയത്. വനിതകളെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലെ തൊഴിലുകൾക്ക് പ്രാപ്തമാക്കാൻ ഡിജിറ്റൽ പാഠശാല പദ്ധതി നടപ്പാക്കി. നൈപുണ്യ വർധനവ് ലക്ഷ്യമിട്ടുള്ള പ്രത്യേക പദ്ധതികളും നടപ്പാക്കാനായി. ഇത്തരം ഇടപെടലുകളുടെ ഭാഗമായി കേരളത്തിലെ സ്ത്രീ തൊഴിൽ ശക്തിയുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട്. പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ പ്രകാരം തൊഴിലെടുക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ 16% വർധനവാണ് കഴിഞ്ഞ 3 വർഷം കൊണ്ട് രേഖപ്പെടുത്തിയത്. കേരളത്തിലെ ആകെ തൊഴിൽ ശക്തിയുടെ 37% സ്ത്രീകളാണ് എന്നത് ശ്രദ്ധേയമാണ്. സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൽ 18,900 കേസുകൾ
2023 രജിസ്റ്റർ ചെയ്തെങ്കിൽ കഴിഞ്ഞ വർഷം ഇത് 17,000-ആയി കുറയുകയുണ്ടായി.